പിറന്നാളിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് മറ്റൊരർത്ഥത്തിൽ ഒരു മന്ത്രവാദ ചടങ്ങാണോ? നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ഉണ്ട് എന്ന് വെച്ച് ഈ തിയറി വെറുതെ അങ്ങ് ഉണ്ടായതല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ പിറന്നാളിന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്തല്ലേ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത്. ഇനി മന്ത്രവാദ ക്രിയയിലേക്ക് നോക്കിയാലും അവർ ചെയ്യുന്നതും അങ്ങനെ തന്നെയല്ലേ. കേക്ക് മുറിക്കുമ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പാട്ട് നമ്മൾ പാടില്ലേ? അതുപോലെ തന്നെ മന്ത്രവാദത്തിലും അവർ ക്രിയകൾ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള മന്ത്രങ്ങളോ മറ്റോ ഉരുവിടാറുണ്ട്. മെഴുകുതിരികൾ ഊതിക്കെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പ്രാർത്ഥിക്കാറില്ലേ? ആ സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പോലും. മന്ത്രവാദം നടത്തുന്നത് പോലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യത്തിനോ ആഗ്രഹത്തിനോ വേണ്ടിയാണ്. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ആദ്യ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം തുടങ്ങാൻ തന്നെ കാരണം തീ അല്ലെന്നുണ്ടെങ്കിൽ ഫയർ ദുഷ്ടാത്മാക്കളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നും തീ കെടുത്തുമ്പോൾ ഉയരുന്ന പുകയോടൊപ്പം നമ്മുടെ ആഗ്രഹം സ്വർഗത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതും കൊണ്ടാണ്. മന്ത്രവാദം ചെയ്യുന്നതിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അവരുടെ ആരാധനാമൂർത്തിയിലേക്ക് എത്തണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെയിം ബട്ട് ഡിഫറെന്റ്. ചില മതവിഭാഗങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താറില്ല. അതിന്റെ പിന്നിലെ കാരണം ഇത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കോൺസ്പിറസി തിയറി ഉണ്ടാകാനായിട്ട് കാരണം. കേക്ക് ഉപയോഗിച്ച് പിറന്നാളാഘോഷം നടത്താനായിട്ട് തുടങ്ങിയത് പണ്ടത്തെ ഗ്രീസിൽ നിന്നുമാണ്. ചന്ദ്രനെ അവർ ദൈവമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിനാൽ തന്നെ ചന്ദ്രദേവിക്ക് വേണ്ടിയിട്ട് വൃത്താകൃതിയിലുള്ള കേക്ക് ഉണ്ടാക്കുകയും അതിന്റെ മുകളിൽ തിരി കത്തിച്ച് വെക്കുവാനും തുടങ്ങി. അതായത് ചന്ദ്രനിൽ നിന്നുള്ള ലൈറ്റിന്റെ പ്രതീകമായിട്ട്. പിറന്നാളിന് കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങളോ ജപങ്ങളോ ഒന്നും തന്നെ ഉരുവിടാത്തതിനാലും ഒരു തരത്തിലുള്ള ശക്തികളെ ആഹ്വാനം ചെയ്യാത്തത് കൊണ്ടും ഇതൊരു ഹാപ്പി ട്രഡീഷൻ മാത്രമാണ്. അതാണ് സത്യം. പക്ഷേ എല്ലാ കാര്യത്തിലും പാറ്റേൺ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കോൺസ്പിറസി തിയറികൾ രൂപപ്പെടുന്നുവെന്ന് മാത്രം.